കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടി കുറേ വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ ഒരു പുനഃസംഘടന വന്നപ്പോൾ 100% എല്ലാവർക്കും തൃപ്തിയുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. 100% തൃപ്തി. കോൺഗ്രസ്സിൽ സ്ഥാനങ്ങൾ ആഗ്രഹിച്ച നിരവധി പേരുണ്ട്. 100% തൃപ്തിയുണ്ടെന്ന് കരുതുന്നില്ല. എന്നാൽ അധികമായ അതൃപ്തിയുമില്ല. നേരിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്യും. ഇല്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസ്സിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒക്കെ മക്കൾ തന്നെ, അതിന് സംശയമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട് കോൺഗ്രസ്. എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട്. അത് ഒരു കൂട്ടരിൽ പ്രത്യേകിച്ചും അതൃപ്തി ഉണ്ടാക്കാനും കാരണമായി അല്ലേ? ഒരാൾക്കും അതൃപ്തിയില്ല. വ്യക്തികൾ പൂർണ്ണ തൃപ്തരല്ലാത്തവരുണ്ടാവും. എനിക്കിപ്പോൾ കുറച്ചും കൂടെ ഉയർന്ന സ്ഥാനം വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ അതൃപ്തി ഉണ്ടാവും. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് ആസ് എ ഹോൾ മാധ്യമങ്ങളും കാണേണ്ടത് ഇത് നല്ല കഠിന പരിശ്രമം നടത്തി, നല്ല ചർച്ചകൾ നടത്തി മെച്ചപ്പെട്ട ഒരു ടീമിനെയാണ് ഞങ്ങൾ നിയോഗിച്ചിട്ടുള്ളത്. പ്രസിഡൻറ്റും വർക്കിംഗ് പ്രസിഡന്റുമാരും വന്നപ്പോൾ തന്നെ, UDF കൺവീനറും വന്നപ്പോൾ തന്നെ ആ ഒരു ഫീലിംഗാണ് ഉണ്ടായത്. വർക്ക് ആ നിലയിൽ സജീവമായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് എന്തായിരുന്നു? മാധ്യമങ്ങൾ വേണ്ടത്ര പ്രചരണം കൊടുത്തില്ലെങ്കിലും ഞങ്ങളുടെ 25,000 വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് വീടുകൾ സന്ദർശിച്ച് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുള്ള ഫണ്ട് ശേഖരണം നടത്തുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ഞങ്ങളുടെ ലഘുലേഖ വീടുകൾ സന്ദർശിച്ച് അവർക്ക് നൽകുകയും ചെയ്തതാണ് ഏറ്റവും വലിയ വർക്ക്. പിന്നെ എല്ലാ സമരങ്ങളും, ശബരിമല സമരം ഉൾപ്പെടെ എല്ലാ കാലിക പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസും UDFും ശക്തമായ സമരമുഖത്താണ്. കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാർ വിശ്രമരഹിതമായിട്ട് ഈ പ്രദേശത്തെ ഭരണ സംവിധാനങ്ങളുടെ പീഡനങ്ങളെയും സഹിച്ച് മുന്നോട്ട് പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലെ കൃത്രിമങ്ങളും അന്യായവും സംബന്ധിച്ച പോരാട്ടങ്ങൾ, നിയമ പോരാട്ടവും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് ഏറ്റവും ഐക്യത്തിലാണ്, വളരെ സജീവമാണ്, സുസംഘടിതമാണ്, ശക്തമാണ്. UDFും അതുപോലെ യോജിച്ച് തന്നെ നിൽക്കുന്നു. വലിയ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൻ്റെ പാതയിൽ തന്നെയാണ് ഞങ്ങൾ. അതൊക്കെ പത്രക്കാരോട് പറയേണ്ടതല്ല. മറ്റൊരു കാര്യം, ഈ പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദം അത് നേരത്തെ തന്നെ പരിഹരിക്കുന്നതിൽ നമ്മുടെ UDF സംവിധാനം അടക്കം പിന്നോട്ട് പോയോ? അത് പരിഹരിക്കുന്നത് അതൊക്കെ അവിടെ പ്രാദേശികമായിട്ട് പരിഹരിക്കാൻ അവിടുത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിഹരിച്ച വിഷയം വീണ്ടും വഷളാക്കാനാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായത്. നെയ്യാറ്റിൻകരയിലെ യുവതിയുടെ ആത്മഹത്യയെ ബന്ധപ്പെട്ടുകൊണ്ട് ജോസ് ഫ്രാങ്കിന് ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത്. ലോൺ നൽകാമെന്ന് പറഞ്ഞ് ലൈംഗികമായി എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു ആത്മഹത്യ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇന്ന് ഞാൻ TV-യിൽ ബിനോയ് വിശ്വത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടു. അവരതിൽ ഉറച്ചു നിൽക്കുമെന്നാണ് എനിക്കറിയേണ്ടത്. അവർ വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞാൽ പോരാ, ക്യാബിനറ്റിൽ CPI മന്ത്രിമാരെന്ത് നിലപാട് സ്വീകരിക്കും, LDFിൽ ചർച്ച ചെയ്യാൻ CPIക്ക് അതിനുള്ള നിലപാടുണ്ടോ, ഉറച്ച നിലപാടുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. രാജിവെച്ചേക്കാം. വേറെ ചിലപ്പോൾ വരുമോ?